ഞങ്ങളുടെ NSS കരയോഗ മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തേതൊരു സ്പെഷ്യൽ വ്ളോഗാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കരയോഗ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനമാണ് ഇന്ന്. ഞങ്ങളുടെ വീടിന്റെ അവിടുന്ന് അധിക ദൂരത്തൊന്നും അല്ലാതെയാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ സ്ഥലം വാങ്ങിയിട്ട് കുറച്ച് കാലമായി. നമ്മൾ ഇന്നാണ് അതിന് തറക്കല്ലിടാൻ പോകുന്നത്. അപ്പോൾ ആ കർമ്മത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും 8:30 തന്നെ എത്തി. ബാക്കി വരാനുള്ളവരൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ശാന്തസുന്ദരമായ ഒരു സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, നല്ല വെളുത്ത മണലും കുറേ മരങ്ങളും ഒക്കെ ഉള്ളൊരു ഭാഗം. അങ്ങനെ വളരെ നല്ല എന്താ പറയുക, നല്ലൊരു ഗ്രാമപ്രദേശത്താണ്. എന്നാൽ റോഡ് സൗകര്യമൊക്കെ ഉണ്ട്. അവിടെയാണ് നമ്മുടെ ഈ കരയോഗ മന്ദിരം വരാൻ പോകുന്നത്. ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു 2 നില കെട്ടിടമാണ്. അപ്പോൾ എല്ലാവരുടെയും ചിരകാല സ്വപ്നമാണ്. അതെന്തായാലും എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കട്ടെ എന്ന് ഞാനടക്കമുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. പൂജാരി വന്നിട്ടുണ്ട്, അവിടെ ശില പൂജിക്കുന്നുണ്ട്. അപ്പം അതിനിടയിൽ സംഘാടകരൊക്കെ ഓരോരോ പരിപാടികളിൽ തിരക്കിലാണ്, വരുന്നവരെ സ്വീകരിക്കാനും മറ്റുമായിട്ട്. ഇവിടെ നീ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒന്ന് എന്നുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് തന്നെയാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. പരമാവധി സഹകരണം എല്ലാവരിൽ നിന്നുമുണ്ട്. അപ്പോൾ ഭദ്രദീപം കൊളുത്തി നമ്മുടെ ഇന്നത്തെ ചടങ്ങ് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ചടങ്ങിലെ NSSന്റെ അധ്യക്ഷ സ്ഥാനത്തുള്ളവരും അതിലെ പ്രധാനപ്പെട്ട ഓരോ സ്ഥാനങ്ങളിലിരിക്കുന്ന എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കരയോഗത്തിലെ ഒട്ടുമിക്ക അംഗങ്ങളും വനിതാ സമാജത്തിലെ അംഗങ്ങളൊക്കെ പങ്കെടുത്തു. ഇത്രയധികം ആളുകൾ ഉണ്ടാവുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും കണ്ടപ്പോൾ വളരെ വളരെ സന്തോഷം തോന്നി. നമ്മുടെ താലൂക്കിൽ നിന്നും അതുപോലെ മറ്റ് കരയോഗങ്ങളിൽ നിന്നും പ്രധാന സ്ഥാനം വഹിക്കുന്ന വിശിഷ്ട വ്യക്തികളൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭദ്രദീപം കൊളുത്തിക്കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ചടങ്ങ് ശിലാസ്ഥാപനമാണ്. അപ്പോൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും തിരുമേനി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പൂജകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ശിലാസ്ഥാപനം നടത്താൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും അതിനരികിലായിട്ട് വന്നു നിന്നു. ഇവിടെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിൽഡിങ് ഇവിടെ ഏറ്റവും നന്നായിട്ട് എത്രയും പെട്ടെന്ന് ഉയർന്നു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാവരും അതിൽ പങ്കെടുക്കാനായിട്ട് ചുറ്റും നിരന്ന് നിന്നു. ഇവിടെ വരാൻ പോകുന്ന പുതിയ ബിൽഡിങ്ങിന്റെ രൂപരേഖ ഞാൻ നോട്ടീസിൽ കണ്ടിരുന്നു കേട്ടോ. അപ്പൊ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് പണി പൂർത്തിയാക്കിയ ബിൽഡിങ്ങിന്റെ വിഷ്വൽസ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആ വിഷ്വൽസ് വന്നു. അപ്പം വളരെ സന്തോഷം തോന്നി. ഇത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അതുപോലെ കാണാൻ സാധിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ശിലാസ്ഥാപനം നടക്കുകയാണ് ഇപ്പോൾ. ഓരോ കാര്യങ്ങളും ആരിലൂടെ നടക്കണമെന്നും ആരാണ് അതിന് മുന്നിൽ നിൽക്കേണ്ടതെന്നൊക്കെ നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ശക്തിയുടെ നിശ്ചയം ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മോൻ്റെ കൈകളിലൂടെയാണ് ആ ശില അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു നല്ല കർമ്മത്തിന് സാക്ഷികളാവാൻ ഞങ്ങളെല്ലാവരും നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒപ്പം തന്നെ മനസ്സ് നിറഞ്ഞൊരു സംതൃപ്തിയുണ്ട് കേട്ടോ. അങ്ങനെ ശിലാസ്ഥാപന കർമ്മം കഴിഞ്ഞു. ഇനി ചെറിയൊരു യോഗമുണ്ട്. അതിന് മുന്നോടിയായിട്ടുള്ള പ്രാർത്ഥനയോടെ യോഗം ആരംഭിക്കാൻ പോവുകയാണ്. സർവജീവ പ്രകാശമാകുന്ന സച്ചിദാനന്ദ ജ്ഞാനമേ, നിത്യവും നിന്റെ പാദപങ്കജം തൊട്ടു വന്നിച്ചു വാഴ്ത്തുന്നു. ഈ സ്ഥലത്ത് ഒരു കെട്ടിടം നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ആ സ്വപ്ന മന്ദിരത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഈ കരയോഗത്തിലെ
ക്ഷണിക്കപ്പെട്ടെത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ കരയോഗ ഭരണസമിതിയിലെ അംഗങ്ങൾ ആദരിക്കുകയുണ്ടായി. കരയോഗ മന്ദിരം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഓരോരുത്തരും അവരവരെ കൊണ്ടാകുന്ന എമൗണ്ടുകൾ അവിടെ സംഭാവനയായിട്ട് കൊടുത്തിരുന്നു. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ NSSന്റെ തിരുവാതിരക്കളി സംഘം അവർക്ക് കിട്ടിയ ഒരു സമ്മാനം അതവിടെ ഏൽപ്പിക്കുകയുണ്ടായി. കരയോഗത്തിന്റെ നിർമ്മാണത്തിനായിട്ട് അവര് ആ തുക അവിടെ ഏൽപ്പിച്ചു. അപ്പോൾ എന്തായാലും അവരുടെ ആ നല്ല മനസ്സിനെ ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഇവരെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സും ബന്ധുക്കളൊക്കെ തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ ശിലാസ്ഥാപന കർമ്മവും പൊതുയോഗമൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത വീട്ടിൽ ഒരുക്കിയിരുന്ന ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു. അപ്പൊ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.